നമ്മളിൽ പലർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ സ്കിൻ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ലൊരു കൊറിയൻ സ്കിന്ന് പോലെയൊക്കെ ആയിരിക്കണം എന്നല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്കുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇത് സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും ഡേർട്ടൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുക, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുക, ക്ലിയർ ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, നമ്മുടെ നെറ്റിയിലും മൂക്കിൻ്റെ അവിടെയും താടിയിലൊക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്ന പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഫെയർ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് ഭയങ്കര ഓയിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തിരി ഡാർക്കായിട്ട് ഇരുണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓയിലും പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റൺ ചെയ്ത രീതിയിൽ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് ഭയങ്കര നാച്ചുറലാണ്. അത് മാത്രമല്ല എന്താ പറയുക, ഇത്തിരി ആയുർവേദിക് ആണെന്ന് കൂടി പറയാം. കാരണം ഇതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അത്രയ്ക്ക് ഭയങ്കര നമ്മുടെ സ്കിന്നിന് അത്രയും ഗുണങ്ങൾ തരുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ തുളസി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 തണ്ട് തുളസി ഇലയും ഒരു 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയും. ഇത് രണ്ടും നമുക്കറിയാം സ്കിന്നെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യും, നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കും, നല്ല ഗ്ലോയിങ് ആക്കും, മുഖക്കുരു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നല്ലതാണ്. സ്കിന്നിൽ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മുഖക്കുരുവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ഭയങ്കര ഇച്ചിനെസ് ഉണ്ടാവും, പിന്നെ മുഖക്കുരു വന്ന സ്ഥലത്തുനിന്ന് സ്പ്രെഡ് ആവും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിൽ, ഡേർട്ട്, എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് അലോവേറ ജെല്ലാണ്. 1, 2, 3 ടീസ്പൂണോളം അലോവേറ ജെല്ലും കൂടി ചേർക്കാം കേട്ടോ നമുക്ക്. അലോവേറ ജെല്ല് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുഖക്കുരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെയൊക്കെ ഇല നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഫേസിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര ഇച്ചിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു സംഭവം നല്ല രീതിയിൽ കാം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അലോവേറ ജെല്ല്. ഇത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുക, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് മുഖത്ത് ചുളിവുകളൊന്നും വരാതിരിക്കാനൊക്കെ സഹായിക്കും, സ്കിന്ന് നല്ല ബ്രൈറ്റൺ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുഖക്കുരുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് ഇൻഡസ് വാലി ബയോ ഓർഗാനിക്കിൻ്റെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി കേട്ടോ. മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യണം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് മുഖക്കുരു ഒന്നും വരാതിരിക്കാനും വന്ന മുഖക്കുരുവൊക്കെ നന്നായിട്ട് താഴ്ന്നു പോകാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം നമ്മുടെ ഇതിൽ എന്താ പറയുക അലോവേറ ജെല്ലൊക്കെ ചേർത്താണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. കാരണം ഈ ആര്യവേപ്പിൻ്റെ ഇല പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. ഞാനിത് അരിച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരിയൊക്കെ ഇല അങ്ങോട്ട് വീണിട്ടാണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഈ ഒരു ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ്. സ്കിന്നിന് മാത്രമല്ല ഹെയറിനും ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് താരനൊക്കെ നല്ലതാണ്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യണത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് ആൽസ് ഗുഡ്നെസ്സിൻ്റെ മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സ്കിന്നിലെ ഡേർട്ടും എക്സായിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പ്, പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഒരുപാട് ഫേസ് മാസ്ക് ഒന്നും സ്യൂട്ട് ആവില്ല. കാരണം അവർക്ക് സ്കിന്നിൽ പെട്ടെന്ന് അലർജി അല്ലെങ്കിൽ റിയാക്ഷൻ പോലെ മുഖക്കുരു വരാൻ ചാൻസ് കൂടുതലാണ് യൂസ് ചെയ്യുമ്പോൾ. ചില ഇൻഗ്രീഡിയൻസ് ഒന്നും അവർക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനേ പറ്റില്ല, ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ചുവന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് മുൾട്ടാണി മിട്ടി. കാരണം സ്കിന്നിൽ നല്ല രീതിയിൽ ഈ ഒരു ഓയിലും ഡേർട്ടും ആ ഒരു ഡേർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുത്ത് സ്കിന്നെ നല്ല ഫ്രഷ് ആയിട്ട് വെക്കും. അതുകൊണ്ട് തന്നെ മുൾട്ടാണി മിട്ടി അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് മുൾട്ടാണി മിട്ടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു തുളസിയും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് എന്താ പറയുക ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് നമുക്കൊരു 1 വീക്ക് വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് എന്താ പറയുക ഫേസിൽ ഡയറക്റ്റ് മസാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടിയുടെ ഫേസ് മാസ്ക് നമുക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കിത് വീക്ക്ലി ഒരു 3 ടൈംസ്, അതായത് 1.5 ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മുഖക്കുരു ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം, അതായത് അത്രയും ദിവസങ്ങൾ ഇടവിട്ട് മാത്രം യൂസ് ചെയ്യുക. ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ്, മുഖക്കുരു ഉണ്ട്, അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇടവിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിൽ
3 തവണ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് നല്ല രീതിയിൽ ആദ്യം ഒന്ന് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യണമുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ നെറ്റിയിലും എല്ലായിടത്തും നല്ല രീതിയിൽ ഇത്തിരി കട്ടിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ, കാരണം ഇങ്ങനെ മുഖക്കുരു നല്ല രീതിയിലുണ്ടെങ്കിൽ നല്ല ഇത്തിരി കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്തോളൂ. പ്രത്യേകിച്ച് തരി പോലുള്ള നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവില്ലേ, അങ്ങനെയുള്ളതാണെങ്കിൽ പോലും നെറ്റിയിലൊക്കെ നല്ല ഇത്തിരി കട്ടിയിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. എൻ്റെ ഫേസിലിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, എനിക്കങ്ങനെ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നല്ല രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമുക്ക് അറിയാമല്ലോ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇത്തിരി സേഫാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നാച്ചുറലുമാണ്. ഒരുപാട് നമ്മൾ സാധനങ്ങളൊന്നും പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സംഭവമാണ്. ഇത്തിരി മുൾട്ടാണി മിട്ടി മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ ടീ ട്രീ എസൻഷ്യൽ ഓയിലും ഓപ്ഷണലാണ് കേട്ടോ. ഇത് നിങ്ങൾ മുഖക്കുരുവുള്ള ആൾക്കാരാണ്, ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് താരൻ്റെ പ്രശ്നത്തിനൊക്കെ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ നല്ലതാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇത്തിരി ലൈറ്റായിട്ടാണ് ഇട്ടേക്കണം. അപ്പോൾ മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫേസിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഇത്തിരി തിണർത്ത് ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കും, മുഖക്കുരു മാത്രം ഇത്തിരി ബൾജ് ചെയ്തൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് ഇട്ടിട്ട് കാര്യമില്ല, നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള എന്താ പറയുക മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടോ. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഒരു 5-10-15 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് ഉണങ്ങാനായിട്ട് കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണങ്ങില്ല, ഒരു 15 മിനിറ്റൊക്കെ എടുക്കും. പകരം ഇത്തിരി സമ്മർ ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഷൂ നല്ല ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഇത്തിരി ടൈം എടുക്കും ഇത് ഉണങ്ങാനായിട്ട്. നന്നായിട്ട് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാൻ പറയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ സ്കിന്ന് നമുക്ക് ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തുളസി ഇലയും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇടുന്നതുകൊണ്ട് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഒരു ഇറിറ്റേഷൻ നല്ല രീതിയിൽ മാറാനായിട്ടും അതേപോലെ തണുത്ത വെള്ളം നമ്മുടെ ഫേസിലോട്ട് ഇടുമ്പോണ്ടല്ലോ നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നല്ല ഒരു സൂപ്പറായിരിക്കും നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്, നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോഴും ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് തുടച്ചിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലാണെങ്കിലും ജസ്റ്റ് ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം സ്കിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആക്കും മുൾട്ടാണി മിട്ടിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രൈ ആക്കേണ്ട ഫേസ്. നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതാണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തിയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു യങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നത്. മുഖത്ത് ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതായത് ഞാൻ എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് യൂസിൽ എനിക്കിത് പറയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ സ്കിന്ന് എന്താ പറയുക നല്ല ഫ്രഷ് ആവുന്നുണ്ട്, എന്നിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അതായത് ഡേർട്ടും എക്സായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു ക്ലീനായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നല്ല സോഫ്റ്റും സ്മൂത്തായിട്ടൊക്കെ നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് വാഷിൽ തന്നെ നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ കൊള്ളാം, സംഭവം നല്ലതാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്താ പറയുക മുൾട്ടാണി മിട്ടി ഇട്ടുകൊണ്ടാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. പകരം നമുക്ക് ഡെയിലി യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തിരി തൈരോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, വേറെ ഒന്നും കൊണ്ടല്ല, ഡ്രൈ ആക്കും ഫേസിന് ഒരുപാട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു, ട്രൈ ചെയ്ത് നോക്കുക. മുഖക്കുരുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.